പടം ഗംഭീരാണ്. നമ്മളെ ഇതുവരെ കാണാത്ത കുറെ സംഭവങ്ങൾ കണ്ടിരിക്കാനാവില്ല. അവസാനത്തെ ഒരു അരമണിക്കൂർ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബാലൻസാണ്. നമുക്ക് എന്താ പറയാ, ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല സ്ക്രീനിൽ, പല സീനിലും പേടിച്ചിട്ട്. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ള പടമല്ല. സൂപ്പർ പടം, പിടിച്ചാൽ കിട്ടില്ല, രക്ഷയില്ല. ഉണ്ണിമൂന്നൻ സൂപ്പർ. പാൻ ഇന്ത്യ അകത്തേക്ക് മേലെ പോയി. എൻ്റെ അപ്പ വയലൻസ് മലയാളത്തിൽ എന്തോന്ന് KGF പടം, അതൊക്കെ മേലെ ഇത് സൂപ്പർ. ഒന്നും പറയില്ല, മേക്കിംഗ് എല്ലാം അടിപൊളി. ഹോളിവുഡിന് കിയാനു റീവ്സ് ഉണ്ടെങ്കിൽ മലയാളത്തിന് ഉണ്ണിമൂന്നൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെറുതായിട്ട് കോപ്പി അടിച്ച പോലെ. മറ്റേ ഫോങ്കൊക്കെ പിന്നെ വേറെ ഏതൊക്കെ സിനിമേൻ്റെ BGM ഇടയിൽ കൂടെ കയറി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പൊളിയാ. വെർത്താണ്. അടിപൊളി. മേക്കിംഗ് എല്ലാം സൂപ്പർ. ബോളിവുഡ് ലെവൽ. സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ആക്ഷൻ ഫിലിം എവർ. KGFന്റെ വേറെ ലെവൽ അല്ലെങ്കിൽ KGF ആയിട്ട് കമ്പയർ ചെയ്യും, ഇത് വേറെ ലെവൽ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആക്ഷൻ പടം. അടിച്ചുപൊളി പടം, അടിച്ചുപൊളി ആക്ഷൻ. വയലന്റ് എന്ന് വെച്ചാൽ അടിപൊളി വയലന്റ് പടം. ഉണ്ണിമൂന്നൻ സ്വാഗ് ഒന്നും പറയാനില്ല, നടത്തത്തിൽ എല്ലാത്തിലും അടിപൊളി. അബ്ബാര സെക്കൻഡ് ഹാഫിൽ പിന്നെ അബ്ബാരാണ് അതിന് സ്റ്റാർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അടിപൊളി സാധനം. അടിപൊളി ഗംഭീർ. ജെൻസിനാണ് കൂടുതൽ. ജെൻസിനെല്ലാം ഫാമിലിക്ക് ഇഷ്ടപ്പെടും. എന്നാലും മാസമാണ് പടം, മാസമാണ് കാണാൻ. എനിക്ക് തന്നെ നോക്കിയിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ 18 വയസ്സ് താഴെയുള്ളവർക്ക് കാണാൻ പറ്റുന്നത് അത്രയ്ക്ക് ഉണ്ണി വന്ന് ഗംഭീര. പക്ഷേ നമുക്ക് കണ്ടിരിക്കാനാവില്ല. അടിപൊളിയാ സിനിമ, അടിപൊളിയാ. വയലൻസ്, ഓവർ വയലൻസ്.